അതേ പോരാ കഴിക്കാനാ പറ്റി. ആ കൈയൊന്ന് മുറിഞ്ഞ. പണി കഴിഞ്ഞില്ലേ? പണി തീർന്ന് പിക്കപ്പ് നോക്കിയിരിക്കുക. അവിടെ റേഞ്ചില്ല, അങ്ങനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. വരുമായിരിക്കും 2:30 കയറി വരാമെന്നാ പറഞ്ഞേ. ഒറ്റയ്ക്കേ ഉള്ളോ? വേറെ 2 പിള്ളേരും കൂടെ ഉണ്ട്. അമ്മമാരവിടെ ഇരിക്കുന്നു. ചോറുണ്ടോ? ചോറ് ഞങ്ങൾ കൊണ്ടുവന്നായിരുന്നു. ചോറൊക്കെ അവിടെ ഇരുന്നുണ്ട്. വിറകിന് നല്ല ഡിമാൻഡാ അല്ലേ? ഈ യുദ്ധമൊക്കെ നടക്കുന്നതുകൊണ്ടേ ഗ്യാസ് കുറവല്ലേ. ഹോട്ടലിലൊന്നും ഗ്യാസ് ഇല്ല. ഹോട്ടലുകാരെല്ലാം വിളിച്ചുകൊണ്ടിരിക്കുക. 2 ആഴ്ച മുമ്പ് നമുക്ക് പണിയേ ഇല്ലായിരുന്നു. ഒരു പഴഞ്ചൊല്ലുണ്ട്, ചിലത് ചീഞ്ഞാൽ മറ്റു ചിലതിന് വളവാകുമെന്ന്. ശരിയല്ലേ എന്ന് പറഞ്ഞ പോലെ എവിടെ യുദ്ധം നടന്നാലും അനുഭവിക്കാൻ കുറേ പാവങ്ങളുണ്ട്. ശരിയല്ലേ? എന്നാ ചെയ്യാനാ ഓരോ അവസ്ഥ. അവിടെ യുദ്ധം നടക്കുന്നതുകൊണ്ടാണല്ലോ നമുക്കിവിടെ ഗ്യാസ് ഇല്ലാതെ വന്നേ. ഇതിൻ്റെ എത്ര ഏട്ടാ? ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്. 50 ബിസ്ക്കറ്റ് കൂടെ കൂട്ടി. ഇനി ഞങ്ങൾ ഇതിലേ കയറി വരികയല്ല. വണ്ടിയെ വിറകും കയറ്റി അതിലേ അങ്ങ് ഇറങ്ങിപ്പോവും. വൈകിട്ട് വീട്ടിൽ കയറി ചെല്ലുമ്പോഴത്തേക്ക് കൊച്ചുങ്ങൾ പൊതി തപ്പും. എന്നാ ശരിയെങ്കിൽ നാളെ എന്നാ പരിപാടി? നാളെ എങ്കിലും കാണും. ചിലപ്പോൾ നാളെ തടിതെളിച്ചായിരിക്കും. ശരിയെങ്കിൽ